ഹലോ ഡിയേഴ്സ്, മാർക്കോ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ്. മാർക്കോ സിനിമ അതിൻ്റെ ഒരു പ്രൊമോഷൻ വേളകളിലാണെങ്കിലും അതിൻ്റെ ഒരു പോസ്റ്റേഴ്സ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ ഇതിൻ്റെ മേക്കേഴ്സ് ഓൾറെഡി കൺവേ ചെയ്തിരുന്നത് ഇത്രത്തോളം വയലൻസ് ഉള്ള സീക്വൻസുകൾ ചിത്രീകരിച്ച ഒരു സിനിമ ഒരുപക്ഷെ ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതൊരു മലയാള സിനിമയാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ എത്രത്തോളമൊക്കെ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരിധിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പം പ്രതീക്ഷകളെന്നല്ല, പ്രതീക്ഷിച്ചതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേ അറ്റം എന്ന് പറയാം, അങ്ങേ എക്സ്ട്രീം ലെവലിലുള്ള ബ്രൂട്ടൽ വയലൻസ് കാണിക്കുന്ന സിനിമയാണ് മാർക്കോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഇത്തരത്തിലുള്ള ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ റേഞ്ചിലുള്ള വയലൻസ് ഒക്കെ പലപ്പോഴും ഫോറിൻ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളൂ. പറയുന്ന കൊറിയൻ സിനിമകളാണെങ്കിലും ഈ ഒരു ജോണറിൽ വരുന്ന ഹോളിവുഡ് സിനിമാസിലൊക്കെ ആണെങ്കിലും അങ്ങനത്തെ സിനിമകളിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് സത്യത്തിൽ താങ്ങാവുന്നതിന് അപ്പുറം ഒരു മലയാള സിനിമയിൽ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. എനിവേ, ഇവരുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആയിരുന്നു. ഇവരിങ്ങനെ തന്നെ ഒരു സിനിമയാണ് കൊണ്ടുവരുന്നു എന്ന് ഓൾറെഡി മേക്കേഴ്സ് പറഞ്ഞതാണ്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സിനിമ കണ്ടാൽ മതി. ദുർബല ഹൃദയർ, അതായത് ആണായാലും പെണ്ണായാലും ഇത്തരത്തിലുള്ള സീൻസ് സിനിമകളിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീനുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുകയോ വല്ലതും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും കാണാൻ മുതിരരുത്. അത് തിയേറ്ററിലാണെങ്കിലും ശരി, OTTയിൽ ഇനിയിപ്പോൾ വന്നാലും ശരി, ഈ സിനിമ കാണാൻ മുതിരരുത്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ദുർബല ഹൃദയർ എന്ന് ഞാൻ പറയുന്നില്ല, ലോല ഹൃദയർ, പിന്നെ കുട്ടികൾ, ഈ കുട്ടികളൊന്നും ഈ സിനിമ കാണിക്കുകയും ചെയ്യരുത്. പിന്നെ ഇത് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്ന സിനിമയായിരിക്കും. ഇതിനകത്തിൽ ഒരു ബ്ലഡ് ഷെഡ്, കാര്യങ്ങൾ, വയലൻസ് എന്ന് പറയുന്നത് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നവരാണ്. ബേസിക്കലി അത് ഒരുമാതിരിപ്പെട്ട സിനിമകളിലൊക്കെ തന്നെ ഈ വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്. ഈ അടുത്ത് കണ്ട മുറ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു. അതിൽ തന്നെ അതിലെ നായകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ഒരു കൈ വെട്ടി എറിയുന്ന സീക്വൻസ് വരെ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്ന ഒരു മുഴുനീള ചിത്രത്തിൽ 1-2 സീൻസ് ആണ് പൊതുവെ നമ്മൾ ഇതേപോലെയുള്ള സിനിമകളിലൊക്കെ കാണുന്നത്. ഇവിടെയെല്ലാം ഈ പറയുന്ന മലയാളം സിനിമ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ സിനിമ, അല്ലെങ്കിൽ ക്വന്റിൻ ടൊറന്റീനോയുടെ പടങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലഡ് ഷെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് കാണിക്കുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അയാളൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണ് നമ്മളിൽ പലരും. അവിടെ എല്ലാം കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയം, അതായത് വിൻ ഓഫ് ദ ഗുഡ് ഓർ ബാഡ് എന്നുള്ള രീതിയിലാണ് എല്ലാം നമുക്ക് ഇത് കൺവിൻസിങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, നമ്മളെ എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവമല്ല മാർക്കോയിൽ വരുന്നത്. മാർക്കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ കയറി പണി കൊടുക്കുന്ന പരിപാടി വന്നപ്പോഴത്തേക്ക് അത് നമുക്ക് സഹിക്കാവുന്ന അല്ലെങ്കിൽ താങ്ങാവുന്നതിനപ്പുറമാണ്. ഒരു പക്ഷേ നിങ്ങൾ തന്നെ ലോലഹൃദയരെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏത് പേര് വിളിച്ചാലും അത് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ബ്രൂട്ടാലിറ്റി ലെവൽ, വയലൻസിൽ ഭയങ്കരമായിട്ട് കാണിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത് താങ്ങാൻ പറ്റാത്തവർ ഒരിക്കലും ഈ സിനിമ കാണരുത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ട അപ്പോൾ അതിൻ്റെ ഇൻ്റർമിഷൻ വരെ ഈ സിനിമ എൻജോയ് ചെയ്ത ഒരാളാണ് ഞാനും. അതെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചു ഇതൊരു വയലൻസ് ഓറിയൻറ്റഡ് ഫിലിമാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാണിക്കുന്ന വയലൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പറയുന്ന ബാഡ് ഗൈസ് ഈ വീട്ടിൽ കയറി പണിയുന്ന പണിയിൽ ഒരു എന്തോ പറയുന്നത്, ഇതിനകത്തിൽ ഒരു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ നോട്ടമില്ലാത്ത രീതിയിൽ, നോ കോംപ്രമൈസ് രീതിയിലുള്ള ഒരു ലെവൽ ഓഫ് ബ്രൂട്ടാലിറ്റിയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അത് ദഹിക്കാൻ അല്പം പാടുണ്ടായിരുന്നു. ഈവൻ നമ്മളിപ്പോൾ ഒരു സിനി ഫെയിൽ എന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടാൽ പോലും നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലിമിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ലിമിറ്റും ഭേദിക്കപ്പെട്ടു അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഈ സിനിമയുടെ ഒരു വയലൻസ് എന്ന് പറയുന്നത്. ഇതൊരു മലയാളം സിനിമയാണ്. മലയാളം സിനിമയിൽ പൊതുവെ നമ്മൾ പറയും തമിഴ്നാട്ടിൽ കാണിക്കുന്ന കത്തി പരിപാടി നമ്മൾ മലയാളം സിനിമയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി അതേപോലെയുള്ള ഒരു മെൻറ്റാലിറ്റി ആണെന്ന് കരുതിയാൽ മതി. എനിവേ, സിനിമയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇവർ ഓൾറെഡി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മേക്കേഴ്സിനെ ഇതിനകത്തിൽ നിങ്ങൾ എന്തിനിങ്ങനെ ഒരു പടം എടുത്തു എന്ന് കുറ്റം പറയുന്നില്ല. ഇത് കണ്ട് എൻജോയ് ചെയ്യുന്നവരെ മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ബ്ലഡ് ഷെഡ് അല്ലെങ്കിൽ അതിനകത്തിലൊരു ഹ്യൂമാനിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വിസിലടിച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതായിരിക്കും. അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതിനെ ഇരുത്തി ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇതൊരു സിനിമയായിട്ട് കാണാം. ഇത് എൻജോയ് ചെയ്യേണ്ട ലെവൽ എന്താണെന്ന് നമുക്കറിയാം.
കള്ളു കുടിക്കുന്ന പോലെ സിഗരറ്റ് വലിക്കുന്ന പോലെ ഒരു വയലൻസ് പടം ഞാൻ കാണുന്നു എന്നേ ഉള്ളൂ. ഇതെന്നെ ഒരു രീതിയിലും വേറൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നുറപ്പുള്ളവർ എന്തായാലും സിനിമ അവർക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ സിനിമയുടെ ഒരു മേക്കിങ്ങിൽ ഈ പറയുന്ന പോലെ ഹനീഫ് അദൈനി ഇതിൻ്റെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇതിൻ്റെ ടോൺ സെറ്റ് ചെയ്യുന്നതിൽ, ഇതിൻ്റെ ലൈറ്റിംഗ്, ഇതിൻ്റെ ഒരു ഇൻഡോർ സീക്വൻസുകളൊക്കെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, ഇതിന് കൂടുതലും ഒരു ബ്ലാക്ക്, ആ ഒരു ഡാർക്ക് ഒരു കളർ പാലറ്റൊക്കെയാണ് ഇതിന് കൊടുത്തേക്കുന്നതെന്നാണ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആ ഒരു 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 വയലൻസും ആ ഒരു ഭയങ്കര അഡ്രനാലിൻ റഷ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഈ പരിപാടികളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിൽ കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഹനീഫ് അദേനി ഈ പറയുന്ന പോലെ ഭയങ്കര കഥാപരമായിട്ട് ഒരു ഇതുവരെ കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇൻറ്റൻഷൻ ഇത് മാത്രമായിരുന്നു. ഈ വയലൻസ് ഈ ലെവലിൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇൻറ്റൻഷൻ എന്നുള്ളതാണ് സിനിമയിലുള്ളത്. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളെന്ന് എനിക്ക് തോന്നുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. കാരണം മാർക്കോ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ഈ ലെവലിലേക്ക് പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല. ഉണ്ണി മുകുന്ദൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ പുള്ളിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇതിന് കൊടുത്തിരിക്കുന്ന അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അയാളുടെ ആ ഒരു ഫിസിക്കും അയാളുടെ ആക്ഷൻ സീക്വൻസസും ഒക്കെ ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മറ്റൊരു താരം എന്ന് പറയുന്നത് ജഗദീഷ്. അയാളുടെ ഇപ്പോഴത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലീഗ് ഓഫ് സിനിമാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീരീസ് ഓഫ് സിനിമാസ് എന്ന് പറയുന്നത്, പുള്ളി പെർഫോമൻസ് കൊണ്ട് വേറൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന, അയാളുടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് വേറൊരു ലെവലിലേക്ക് എത്തിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിനൊട്ടും കോട്ടം തട്ടാതെ അതിനെ വേറൊരു ലെവലിലേക്ക് ഉയർത്തുന്ന രീതിയിൽ വളരെ കൺവിൻസിങ് ആയിട്ട് പുള്ളിയും അയാളുടെ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ എന്താണ്, ഈ ബ്രൂട്ടൽ വയലൻസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ, അത് കാണാൻ ശേഷിയുള്ളവർ മാത്രം ഈ സിനിമ പോയി കാണുക. അല്ലാത്തവർ ഈ സിനിമയുടെ ഏരിയയിലേക്ക് അടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. മറ്റൊരു സിനിമയുടെ വർത്തമാനമൊക്കെ ആയിട്ട് ഇനിയും വരാം. താങ്ക് യു.